PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിനും CSEB എക്സാമുകൾക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, as per the Kerala Cooperative Societies Third Amendment Bill 2022, the total individual members in the Federal Society shall not exceed % of the total membership in the society. As per the Kerala Cooperative Societies Third Amendment Bill 2022, the total individual members in the Federal Society shall not exceed % of the total membership in the society. Options 20, 15, 25, 10. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി 25%. നമ്മൾ പഠിച്ചതാണ്. ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അംഗങ്ങളായിട്ട് വരുന്നത് ഇൻഡിവിജ്വൽസ്, സൊസൈറ്റീസ് ആൻഡ് ഗവൺമെൻറ്. ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം ജനറൽ ബോഡിയിലും മാനേജിംഗ് കമ്മിറ്റിയിലും ഇൻഡിവിജ്വൽസിൻ്റെ പ്രാതിനിധ്യം 4/1 അല്ലെങ്കിൽ 25% കൂടാൻ പാടില്ല. അങ്ങനെ കൃത്യമായി നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ IBയിലാണ് ഫെഡറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. മെമ്പേഴ്സ് ആരൊക്കെയാണ്? ഗവൺമെൻറ്, ഇൻഡിവിജ്വൽസ്, അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മറ്റ് സൊസൈറ്റീസും ഗവൺമെൻറ്റും ഇൻഡിവിജ്വൽസും ഇത്തരം സൊസൈറ്റികളിൽ അംഗങ്ങളായിട്ട് വരും. ഇൻഡിവിജ്വലിൻ്റെ പ്രാതിനിധ്യം 25% അല്ലെങ്കിൽ 4/1 കൂടാൻ പാടില്ല. അടുത്ത ചോദ്യം, the maximum age limit for seeking membership in youth cooperative societies in Kerala is? The maximum age limit for seeking membership in youth cooperative societies in Kerala is? Options 30, 35, 40, 45. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 45. നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ വി കൂട്ടിച്ചേർത്തതാണ്. സെക്ഷൻ 2 സബ്സെക്ഷൻ വി എന്താണ്? യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുപോലെ സെക്ഷൻ 16 സബ്സെക്ഷൻ IAയിൽ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്കുള്ള മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുന്നു. മെമ്പർഷിപ്പ് ഇൻ ദ കേസ് ഓഫ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അലൗഡ് ഹു ഹാസ് നോട്ട് അറ്റൈൻഡ് ദ ഏജ് ഓഫ് 45 years ആൻഡ് ദാറ്റ് ഓൺ അറ്റൈനിങ് 45 years the membership of such members shall cease to exist and they shall become associate members of the society. നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ്. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസിലേക്കുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 45 വയസ്സാണ്. നിലവിലുള്ള മെമ്പർക്ക് 45 വയസ്സ് കഴിഞ്ഞാൽ അവർ പിന്നീട് അസോസിയേറ്റ് മെമ്പർ അല്ലെങ്കിൽ നോമിനൽ മെമ്പറായി മാറും. ഇത് നമ്മൾ വളരെ കൃത്യമായി പഠിച്ചതാണ്. അടുത്ത ചോദ്യം, every cooperative society shall file returns within -months of the closure of every financial year before the registrar. Every cooperative society shall file returns within -months of the closure of every financial year before the registrar. Options 3 months, 4 months, 6 months, 2 months. ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 6 months. നമ്മൾ പഠിച്ചതാണ്. സെക്ഷൻ 66 സബ്സെക്ഷൻ സിയിലാണ് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാറിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 66 സബ്സെക്ഷൻ സി ഡീൽസ് വിത്ത് സബ്മിഷൻ ഓഫ് റിട്ടേൺസ് ടു ദ രജിസ്ട്രാർ. ഈ സെക്ഷനിൽ കൃത്യമായി പറയുന്നുണ്ട്, എവറി കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൽ ഫയൽ റിട്ടേൺ ബിഫോർ ദ രജിസ്ട്രാർ വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും രജിസ്ട്രാറുടെ മുമ്പാകെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ സബ്മിറ്റ് ചെയ്യണം. പുതിയ അമെൻമെൻറ്റ് നിയമത്തിൽ പറയുന്നുണ്ട്. സെക്ഷൻ 66 സബ്സെക്ഷൻ CFൽ പറയുന്നു, ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട്, അത് കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കൂടി രജിസ്ട്രാറുടെ മുമ്പാകെ ഹാജരാക്കണം എന്ന് പുതിയ നിയമത്തിൽ പറയുന്നു. അടുത്തത്, സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് എൻക്വയറി ആൻഡ് സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് ഇൻസ്പെക്ഷൻ. സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് എൻക്വയറി ആൻഡ് സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് ഇൻസ്പെക്ഷൻ. ഓപ്ഷൻസ് 63, 64,
64, 65, 65, 66, 67, 68. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 65, 66. എൻക്വയറി രജിസ്ട്രാർ കണ്ടക്ട് ചെയ്യുന്ന എൻക്വയറി സെക്ഷൻ 65 ആണെന്ന് എല്ലാവർക്കും അറിയാം. ആദ്യത്തേത് 65 വരുന്നത് ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. അതുപോലെ ഇൻസ്പെക്ഷൻ ആൻഡ് സൂപ്പർവിഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 66 ആണ്. സെക്ഷൻ 65 ഇൻക്വയറി ബൈ രജിസ്ട്രാർ, സെക്ഷൻ 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ. സെക്ഷൻ 63 എന്താണ് പറയുന്നത്? ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് അല്ലെങ്കിൽ DCAനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 63. 64 സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പ്രൊസീജിയർ ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് DCA. ഈ കാര്യങ്ങളാണ് സെക്ഷൻ 64 പറയുന്നത്. 65 ഇൻക്വയറി ബൈ രജിസ്ട്രാർ, 66 സൂപ്പർവിഷൻ ആൻഡ് ഇൻസ്പെക്ഷൻ, 67 കോസ്റ്റ് ഓഫ് ഇൻക്വയറി ഓർ ഇൻസ്പെക്ഷൻ, 68 എന്താണ്? സർചാർജ്. സർചാർജിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 68. അടുത്ത ചോദ്യം, സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്. സെക്ഷൻ ഡാഷ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 ഡീൽസ് വിത്ത് അറ്റാച്ച്മെന്റ് ബിഫോർ ജഡ്ജ്മെന്റ്. ഓപ്ഷൻസ് 76, 77, 78, 79. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 78. സെക്ഷൻ 78 ആണ് അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ ഓർ ജഡ്ജ്മെന്റിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 76 എന്താണ്? എക്സിക്യൂഷൻ ഓഫ് ഓർഡേഴ്സ് ആണ്. 77 രജിസ്ട്രാർ ഓർ പേഴ്സൺ എംപവേർഡ് ബൈ ഹിം ടു ബി എ സിവിൽ കോഡ് ഫോർ സർട്ടൻ പർപ്പസസ്. ചില സാഹചര്യങ്ങളിൽ രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ സിവിൽ കോർട്ടിൻ്റെ പവർ ഉണ്ട് എന്ന് പറയുന്നത് സെക്ഷൻ 77 സെക്ഷൻ 78 പറയുന്നു അറ്റാച്ച്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ബിഫോർ അവാർഡ് ഓർ ഓർഡർ. സെക്ഷൻ 79 റിക്കവറി ഓഫ് സംസ് ഡ്യൂ ടു ഗവൺമെൻറ്. ഗവൺമെൻറ്റിലേക്ക് കിട്ടാനുള്ള എമൗണ്ടിൻ്റെ റിക്കവറിനെ കുറിച്ചാണ് സെക്ഷൻ 79 പറയുന്നത്. അടുത്ത ചോദ്യം, ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവരി സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എവരി സൊസൈറ്റി ഷാൽ ട്രാൻസ്ഫർ നോട്ട് ലെസ് ദാൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട്. ഓപ്ഷൻസ് 10, 15, 20, 25. നമുക്കറിയാം നെറ്റ് പ്രോഫിറ്റിൻ്റെ 15% കുറയാത്ത എമൗണ്ടാണ് റിസർവ് ഫണ്ടിലേക്ക് നീക്കി വെക്കേണ്ടത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റിസർവ് ഫണ്ടിലേക്ക് നോട്ട് ലെസ് ദാൻ 15%, അതിനുശേഷം നോട്ട് മോർ ദാൻ 5% ടു കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, 10% ടു മെമ്പർ റിലീഫ് ഫണ്ട്, അതിനുശേഷം 5% ടു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട്. ഇങ്ങനെയാണ് ഡിസ്പോസൽ, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസൽ വരുന്നത്. നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് 56. 56 1A റിസർവ് ഫണ്ടിലേക്ക് 15% കുറയാത്ത എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സെക്ഷൻ 57B ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത്. സെക്ഷൻ 57B ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് ഓപ്ഷൻസ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, കൺസോഷ്യം ലെൻഡിംഗ് സ്കീം, പ്രൊവിഡൻറ്റ് ഫണ്ട്. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. നമ്മുടെ ക്ലാസ്സുകളിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ്. 57A ആണ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഫണ്ട്, 57B ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം, 57C കൺസോഷ്യം ലെൻഡിംഗ് സ്കീം, 57D കോപ്പറേറ്റീവ് റിസ്ക് ഫണ്ട്. ഇനി 57 ഈ പുതിയ ആക്റ്റിൽ അമെൻമെൻറ്റ് ആക്റ്റിൽ കൂട്ടിച്ചേർത്ത ഒരു സബ്സെക്ഷനാണ്, അത് കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീമാണ്. 57 ഈ കോപ്പറേറ്റീവ് റിവൈവൽ ഫണ്ട് സ്കീം. അപ്പം സെക്ഷൻ 57B എന്താണ്? ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം. അടുത്ത ചോദ്യം, സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. സെക്ഷൻ ഡാഷ് ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഡീൽസ് വിത്ത് റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഓപ്ഷൻസ് 45, 46, 47, 48.
ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 48. ഇത് നമ്മൾ ഏതിലാണ് പഠിച്ചത്? സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചതാണ്. KCS ആക്ടിൻ്റെ ചാപ്റ്റർ 6 ആണ് സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൽ 42 മുതൽ 54 വരെയുള്ള സെക്ഷൻസ് ആണ് വരുന്നത്. 42 എന്താണ്? ഗവൺമെൻറ്റിൻ്റെ ഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ്, സൊസൈറ്റികളിലുള്ള ഡയറക്റ്റ് പങ്കാളിത്തം. സെക്ഷൻ 43 ഇൻഡയറക്റ്റ് പാർട്ട്ണർഷിപ്പ് ഓഫ് ഗവൺമെൻറ്. സെക്ഷൻ 44 പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നിന്ന് അപ്പെക്സ് സൊസൈറ്റികൾ സ്വീകരിക്കുന്ന ഫണ്ട് പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് അപ്പെക്സ് സൊസൈറ്റികൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സെക്ഷൻ 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട്. ഈ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിൻ്റെ ഒരു ഭാഗം മറ്റ് സൊസൈറ്റീസിൻ്റെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി സെൻട്രൽ സൊസൈറ്റികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സെൻട്രൽ സൊസൈറ്റികൾ ഈ ഫണ്ട് സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ട് എന്ന പേരിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് സെക്ഷൻ 45 സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 46 പറയുന്നു ഇങ്ങനെ ഷെയർസ് പർച്ചേസ് ചെയ്യുന്നതിന് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. സെക്ഷൻ 46 അപ്രൂവൽ ഓഫ് ഗവൺമെൻറ് ഫോർ പർച്ചേസ് ഓഫ് ഷെയർസ്. സെക്ഷൻ 47 പറയുന്നു ലയബിലിറ്റി ടു ബി ലിമിറ്റഡ് ഇൻ റെസ്പെക്ട് ഓഫ് സെക്ഷൻ ഷെയർസ്. ലിമിറ്റഡ് ലയബിലിറ്റി സൊസൈറ്റികളുടെ ഷെയർസാണ് ഈ ഫണ്ടുകൾ ഉപയോഗിച്ച് വാങ്ങേണ്ടത്. സെക്ഷൻ 48 പറയുന്നു റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. ഈ ഒരു ഫണ്ട് അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ സബ്സിഡിയറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടോ ഉപയോഗിച്ച് വാങ്ങുന്ന ഷെയർസ്, ആ ഒരു ഷെയർ ഹോൾഡർക്ക് കിട്ടുന്ന ഡിവിഡൻഡ് മറ്റ് ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അതേ ഡിവിഡൻഡ് തന്നെ ആയിരിക്കും, അതിൽ മാറ്റമില്ല. അതാണ് സെക്ഷൻ 48 പറയുന്നത്, റെസ്ട്രിക്ഷൻ ഓൺ റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അടുത്തത് ഡാഷ് ഈസ് ദ ബേസിസ് ഓൺ വിച്ച് അഫിലിയേഷൻ ഫീ പേയബിൾ ബൈ സൊസൈറ്റീസ് ടു സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് കാൽക്കുലേറ്റഡ്. ഡാഷ് ഈസ് ദ ബേസിസ് ഓൺ വിച്ച് affiliation fee payable by societies to state cooperative union is calculated. Options: gross sale proceeds, gross profit, paid up share capital, net profit. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ. സൊസൈറ്റികൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനിലേക്ക് അഫിലിയേറ്റ് ചെയ്യണം. അഫിലിയേഷൻ ഫീസ് ഉണ്ട്. അഫിലിയേഷൻ ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. 5000 താഴെയാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്നതെങ്കിൽ 100 രൂപയാണ് അഫിലിയേഷൻ ഫീസ്. അതായത് ഏറ്റവും കുറവ് മിനിമം അഫിലിയേഷൻ ഫീസ് 100 രൂപയും മാക്സിമം 2000 രൂപയാണ്. 40 ലക്ഷത്തിന് മുകളിലാണ് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ വരുന്നതെങ്കിൽ 2000 രൂപയാണ്. കാരണം മാക്സിമം അഫിലിയേഷൻ ഫീസ് വരുന്നത് 2000 രൂപയാണ്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് അഫിലിയേഷൻ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ എബൌട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ എബൌട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓഡിറ്റ് നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. മൂന്നാമത്തേത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഓപ്ഷൻസ് നോക്ക്. ഓപ്ഷൻ എ 1 and 3 ഏതൊക്കെയാണ് ശരിയെന്നാണ് പറയേണ്ടത്. സെക്കൻഡ് ആൻഡ് തേർഡ് 1 only, തേർഡ് only. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് നോട്ട് ഓൺലി ഫിനാൻഷ്യൽ ബട്ട് ഓൾസോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഓഡിറ്റ് നോട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് അല്ല എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഓഡിറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ്. ഉത്തരം ഓപ്ഷൻ സി 1 only. അടുത്തത് ദ മാക്സിമം ഓഡിറ്റ് ഫീ പേയബിൾ ബൈ എ ജനറൽ കാറ്റഗറി സൊസൈറ്റി വിൽ നോട്ട് എക്സീഡ് റുപ്പീസ്. ദ മാക്സിമം ഓഡിറ്റ് ഫീ പേയബിൾ ബൈ എ ജനറൽ കാറ്റഗറി സൊസൈറ്റി വിൽ നോട്ട് എക്സീഡ് റുപ്പീസ്. ഓപ്ഷൻസ് 10,000, 15,000, 25,000, 1 lakh. ഉത്തരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1 lakh. ഓഡിറ്റ് ഫീസ് മാക്സിമം ഓഡിറ്റ് ഫീസ് എത്രയാണ്? 1 ലക്ഷം രൂപയാണ്. ജനറൽ കാറ്റഗറിക്ക് വരുന്ന മാക്സിമം ഓഡിറ്റ് ഫീസ് 1 ലക്ഷം രൂപയാണ്.
ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ അല്ലെങ്കിൽ വായ്പാ സംഘങ്ങളുടെ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോർ എവരി 100 rupees 50 paise അപ് ടു മാക്സിമം ഓഫ് ₹1,00,000. ഓരോ 100 രൂപയ്ക്കും 50 പൈസ തോതിലാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബട്ട് മാക്സിമം എന്ന് പറയുന്നത് എത്രയാണ്? അത് 1,00,000 രൂപയാണ്. സെപ്റ്റംബർ 5 നടന്ന ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞത്. ഇതേ സിലബസ് തന്നെയാണ് കേരള ബാങ്ക് ക്ലർക്ക് എക്സാമിൻ്റെയും. ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കേരള ബാങ്ക് ക്ലർക്ക് എക്സാം എന്ന പേരുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.